ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി മടങ്ങിക്കോന്ന് നീ പറയുന്നത് വരെ ചേച്ചി നിന്റെ കൂടെ ഉണ്ടാവും. ചേച്ചി, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മളെ പരിശോധിക്കാൻ കിട്ടുന്ന അവസരങ്ങളാ. നമ്മുടെ ചങ്കൂറ്റം, നമ്മുടെ ധൈര്യം, ഇതൊക്കെ നമുക്ക് അളന്നെടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എന്നിട്ട് നേരെ ഫിദാമേടത്തിന്റെ അടുത്തേക്ക് പോവാം. വാ പോവാം. സുകുമാരി അമ്മ ഇത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ രാധിക ആറ്റുവാശ്ശേരി നിൽക്കുന്നത് സേഫ് അല്ല. അല്ലായിരുന്നേ? ദേവനാരായണൻ തിരുമേനിയോട് പറഞ്ഞ് രാധിക നമ്മുടെ കൂടെ നിർത്തുന്നതല്ലേ സേഫ്? അതെ, നിങ്ങളും എങ്ങനെ രാധികയെ പോലെ പേടിച്ച കാര്യങ്ങൾ എങ്ങനെയാ മുന്നോട്ട് പോകുന്നേ? പിന്നെ ഇതൊരു പെണ്ണിന് നേരെയുള്ള അക്രമമാണ്. അവളുടെ ചങ്കൂറ്റം കൊണ്ട് നേരിട്ട് തോൽപ്പിക്കേണ്ട കാര്യ. അത് രാധികയെ കൊണ്ട് കഴിയണം. ആറ്റുവാശ്ശേരി നിൽക്കാൻ പേടിയുണ്ടെന്ന് രാധിക പറയട്ടെ. എങ്കിൽ മറ്റു മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ആറ്റുവാശ്ശേരി തന്നെ നിന്നോളാം. ഇത്രയും കാലം ഞാൻ പ്രതികരിക്കാതിരുന്നത് കടപ്പാടിനെ കുറിച്ച് ഓർത്തിട്ടാ. പക്ഷേ ഇപ്പൊ എനിക്കറിയാം, ചെയ്യാത്ത തെറ്റിന്റെ പേരിലാ എനിക്കെതിരെ ആയുധം എടുക്കുന്നതെന്ന്. അത് ഞാൻ തടഞ്ഞിരിക്കും മാഡം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? നീ വെറുതെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ധൈര്യം അഭിനയിക്കല്ലോ. അല്ല മാഡം, ചേച്ചിയായിട്ട് കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ധൈര്യം കിട്ടി. പിന്നെ മുത്തശ്ശി ഏർപ്പാടാക്കുന്ന ആളുകളോ എന്നെ കൊല്ലാൻ വരുന്നെങ്കിൽ വന്നോട്ടെ, എതിർത്ത് തോൽപ്പിക്കാൻ എനിക്ക് പറ്റും. വെരി ഗുഡ്. ദാ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇതാണ് നിന്നെ ജയിപ്പിക്കാൻ പോകുന്നത്. എങ്കിലും നീ ഒന്ന് സൂക്ഷിക്കണം മോളെ. പരമാവധി കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് തന്നെയാ നല്ലത്. ഈ കുഴപ്പമുണ്ടല്ലോ, സ്നേഹം പൊതിഞ്ഞ അമ്മമാര് പറയുന്ന ഈ കുഴപ്പം പിടിച്ച വാക്കുകള്, അതാണ് പെൺകുട്ടികളുടെ ധൈര്യം ചോർത്തിക്കളയുന്നത്. രാധികെ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. നിന്റെ കൂടെ ഞാനുണ്ട്, ഫിദാമേടം ഉണ്ട്. എന്ത് കാര്യത്തിനും നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ മാഡം. പിന്നെ എല്ലാവരോടും പറയാനൊരു സർപ്രൈസ് ഉണ്ട്.